بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ലോകം മുഴുവൻ നടുങ്ങി നിൽക്കുന്ന ഭൂകമ്പത്തിൻ്റെ വാർത്തകൾ ഓരോരുത്തരെയും വേദനിപ്പിക്കുകയാണ്. ഭൂമികുലുക്കം നമ്മൾ ഇത്രയും നാളുകൊണ്ട് പല ആവർത്തി പല നാടുകളിൽ നടന്നതായി കേട്ടിട്ടുണ്ട്. മിക്കവാറും തുർക്കിയിൽ തന്നെ പല പ്രാവശ്യം നടന്നതായിട്ട് നമ്മൾ ഓർക്കുന്നു. നേപ്പാളിൽ ഭൂകമ്പമുണ്ടായി, ഇത് നമ്മൾ ഓർക്കുന്നു. അങ്ങനെ പലയിടങ്ങളിൽ ഭൂമികുലുക്കം വാർത്തയായി വന്നതിൻ്റെ ഓർമ്മയിൽ നമുക്ക് നിരന്തരം പല സംഭവങ്ങളെയും ഓർക്കാൻ കഴിയുന്നു. സുനാമി പോലും സുമാത്ര ദ്വീപിലുണ്ടായ ഒരു ഭൂമികുലുക്കമായിരുന്നു. അങ്ങനെ ഭൂമികുലുക്കത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും വാർത്തകളും ചരിത്രങ്ങളും നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ ഈമാനുള്ളവന്റെ, സത്യവിശ്വാസിയായ മനുഷ്യന്റെ പ്രകൃതവും രീതിയും പ്രതികരണവും എങ്ങനെ ആവണം, ഇതേക്കുറിച്ചൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകളെ പങ്കുവെക്കാം എന്നതാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ചില ദുരന്തങ്ങളെയൊക്കെ പറയുന്നത് നമ്മെ ചിന്തിപ്പിക്കുന്ന വചനങ്ങൾ കൊണ്ടാണ്. ബൽക്കീസ് രാജ്ഞിയുടെ നാടാണ് സബ് നാട്. ഖുർആനിലെ സബ്ഇനെ കുറിച്ചൊരു അധ്യായം തന്നെയുണ്ട്. സൂറത്ത് സബ് നാട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായം സൂറത്ത് സബ് നാടിന്റെ ദുരന്തങ്ങൾ ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സബ് നാട് എന്തായിരുന്നു അതിന്റെ പൂർവ്വ അവസ്ഥയിൽ, പിന്നീട് അവിടെ എന്ത് ദുരന്തമാണ് ഉണ്ടായത്? സബ് നാട്ടിലുണ്ടായ ദുരന്തത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അള്ളാനെ കണ്ടെത്താൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഓരോ ദുരന്തങ്ങളും ഭൂമിയിൽ സംഭവിക്കുമ്പോൾ അവിടെ അള്ളാനെ കാണാനുള്ളതുണ്ട് എന്നാ. അള്ളാനെ കാണാന്ന് പറഞ്ഞാൽ അള്ളാനെ പോയി കാണലല്ല, അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന പല അടയാളങ്ങളും അവിടെ ഉണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അടയാളത്തിന് ആയത്ത്, ദൃഷ്ടാന്തം എന്ന് പറയും. അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ്. സൂറത്ത് സബ്ഇന്റെ ആയത്തുകൾ ആ നാട്ടിലുണ്ടായ ഒരു ദുരന്തത്തെ കുറിച്ച് പറയാണ്. കൊച്ചു കേരളത്തിൽ പോലും അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ അണക്കെട്ട് പൊട്ടിയാൽ, ഒരു ഡാം പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാവുന്ന ദുരന്തമെന്തോ സബ് നാട്ടിൽ അതാണ് ഉണ്ടായതെന്ന് ഖുർആൻ. ഡാം ദുരന്തത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ടത്രേ. ഡാം പൊട്ടിയാലുള്ള ദുരന്തം ഭൂമികുലുക്കം പോലെ തന്നെ, അല്ലെങ്കിൽ പ്രളയം പോലെ ഒരു വലിയ മഹാദുരന്തമാണ് ഡാം ദുരന്തം. ഒരു നാടിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങാണ്. അദാബ് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ പരീക്ഷണം നടന്നത് കഴിഞ്ഞ ശേഷം വൈകല്യങ്ങളോടുകൂടിയ കുഞ്ഞുങ്ങളാ അവിടെ ജനിച്ചു വീഴുന്നത്. ഒരു ദുരന്തത്തിന് ശേഷം ആ നാടിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിയിട്ട് പിന്നെ അവിടെ അദാബ് ഇങ്ങനെ തുടരാ. എവിടെയും ദുരന്തം നടന്നാൽ ദുരന്ത ഭൂമിക പോലും പേടി സ്വപ്നമായിരുന്നു പൂർവിക കാലത്തെ മഹത്തുക്കൾക്ക്. അതിലൂടെയുള്ള യാത്ര പോലും അവർക്ക് ഭയാനകമായിരുന്നു.
രണ്ടർത്ഥത്തിലാണത്. ഒന്ന്, അതിൻ്റെ ഒരു രൂപമാറ്റം അത്രത്തോളം പേടിപ്പെടുത്തുന്നതായിരുന്നു. രണ്ട്, അള്ളാഹുവിന്റെ അദാബിന്റെ ഇനി എന്തെങ്കിലും ബാക്കി ഇവിടെ ഉണ്ടെങ്കിൽ അതെങ്ങാനും വന്നാലോ എന്ന ഒരു പേടി. പരിശുദ്ധ ഖുർആൻ സബഅ നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലിസബഇ ഫീ മസ്കനിഹിം ആയത്തുൻ ജന്നതാനി അൻ യമീൻ ജന്നതാനി അൻ യമീൻ വശിമാൽ കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വസ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ. സബഅ നാട് രണ്ട് തോട്ടത്തിന്റെ ഇടയിലായിരുന്നു. രണ്ട് നല്ല മനോഹരമായ തോട്ടത്തിന്റെ ഇടയിൽ സബഇന്റെ ചരിത്രത്തിൽ അല്ലാഹനെ അറിയാനുള്ള ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബഅ നാട്ടിലെ ജനവാസ മേഖലയെ കുറിച്ചുള്ള ചരിത്ര പഠനത്തിൽ അല്ലാഹനെ കാണാനുള്ള ദൃഷ്ടാന്തമുണ്ട്. ജന്നതാനി അൻ യമീനി വശിമാൽ. സബഅ നാടിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വസ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. വളരെ സുലഭമായി ജീവിത വിഭവങ്ങൾ എമ്പാടും കിട്ടിയിരുന്നു. ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഇല്ലായ്മയോ ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും യഥേഷ്ടം സുഭിക്ഷമായ ജീവിതം, സുലഭത, എല്ലാം കിട്ടുന്നു, ഒന്നും കിട്ടാത്തതില്ല നാട്ടിൽ. അള്ളാഹുവിനെ മറന്നുപോയി ആ ജനത. അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബിന്റെ റിസ്ഖ് നിങ്ങൾ കഴിച്ചോ, ആസ്വദിച്ചോ. വസ്കുറൂ ലഹു, അള്ളാഹനെ മറക്കരുത് ട്ടോ. ബൽദത്തുൻ ത്വയ്യിബ. ആ നാട് നല്ല ഒരു നാടായിരുന്നു. നല്ല മനുഷ്യന്മാർ, നല്ല ചിന്താഗതികൾ, പൈശാചികമായ ഒന്നുമില്ല അവിടെ. അവർ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, റബ്ബിന്റെ നിഅമത്തുകളെ മാനിക്കുന്ന. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാവേലി നാടുവാണ് ഇടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പാടൂലേ എന്ന പോലത്തെ ഒരു നാട്. ബൽദത്തുൻ ത്വയ്യിബ, നല്ല ഒരു നാടായിരുന്നു അത്. വറബ്ബുൻ ഗഫൂർ. അള്ളാഹുവോടുള്ള കടപ്പാട് നിർവഹിക്കുന്ന ഒരു സമൂഹമായി അവർ ജീവിച്ച കാലത്ത് അള്ളാഹു അവരോട് മഗ്ഫിറത്ത് കൊണ്ട് ബന്ധപ്പെട്ട് നിന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവരത് അവഗണിച്ചു. അങ്ങനെ വന്നപ്പോ ആ നാട്ടിൽ വലിയ അണക്കെട്ടുണ്ടായിരുന്നു. അണക്കെട്ട് അള്ളാഹു പൊട്ടിച്ചു കളഞ്ഞു. സൈലുൽ ആരിം എന്ന് പറഞ്ഞാൽ ഡാം പൊട്ടി വെള്ളപ്പാച്ചിലുണ്ടാവാം. മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ ഒരു വർഷം വരെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ മാത്രം വെള്ളം അതിൽ സംഭരിച്ചിട്ടുണ്ടെന്നാണ് ഒരു പഠനം ഒരിക്കൽ വായിച്ചത്. അതായത് ഒരു കന്നാസ് നിറയെ വെള്ളം അതങ്ങനെ കുനിച്ചു വെക്കുമ്പോ തന്നെ ബക്കറ്റ് കമത്തുന്ന പോലെ വെള്ളം പോയിക്കൊള്ളുന്നില്ല. ഇത് പോവാനുള്ള സ്പേസ് ചെറുതാണ്. ഒരു വർഷം വരെ പോവാനുണ്ടാവാം. അതുവരെ പ്രതീക്ഷിക്കണം എന്നതാണ് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം പറഞ്ഞത്. അള്ളാഹു ഡാം ദുരന്തം കൊടുത്തു സബഅ നാട്ടില്. സബഅ നാടിന്റെ അനുഗ്രഹം എങ്ങനെയായിരുന്നു? ബൽദത്തുൻ ത്വയ്യിബ, നല്ല നാടായിരുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അതായത് ആ നാട്ടില് എവിടെയും ചതപ്പ് സ്ഥലം ഇല്ല. ഒരു മാങ്ങ കഴിച്ചിട്ട് അതിന്റെ മാങ്ങണ്ടി വലിച്ചെറിഞ്ഞാൽ, എന്തെങ്കിലും തിന്നിട്ട് അതിന്റെ കുരു വലിച്ചെറിഞ്ഞാൽ അത് അവിടെ എവിടെ കിടക്കുന്നു അവിടെ തഴച്ചു വളരുന്ന നല്ല മണ്ണായിരുന്നു സബഅ നാട്ടിലുണ്ടായിരുന്നത്. ലൈസ ഫീഹാ സിബാഹ്, ചതപ്പ് ഭൂമി, എന്ത് നട്ടാലും മുളയ്ക്കാത്ത ഭൂമി, മുളയ്ക്കാത്ത ഭൂമിയേ ഇല്ല അവിടെ. ആ നാട് മുഴുവനും പിന്നീട് മരുഭൂമിയായി. അറേബ്യൻ ഉപദ്വീപിൽ
മണലാരുണ്യം, മരുഭൂമി ഉണ്ടായതിന്റെ കാരണം ഈ ദുരന്തമാണെന്ന് പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. ഈ ഡാം ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് അവിടെയൊക്കെ മരുഭൂമി വന്നത്. ഒരു ഡാം ദുരന്തത്തിന്റെ ബാക്കിയായി ഇന്ന് ആ ഭൂമിക മുഴുവനും മരുഭൂമി പോലെ, അറേബ്യൻ ഉപദ്വീപ് മുഴുവനും ഇത്തരത്തിൽ വന്ന മാറ്റങ്ങളാണ് കാലാന്തരത്തിൽ എന്ന് പോലും ചില മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സബ് നാട്ടിൽ ചതപ്പ് ഭൂമി ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല ഈച്ചകളോ പ്രാണികളോ സബിലില്ല. നമുക്കൊരു അസ്വസ്ഥതയല്ലേ, ഒരു ചാറ്റൽ മഴ കഴിഞ്ഞാൽ ഈയാമ്പാറ്റ വരും, ലൈറ്റ് കത്തിക്കുന്നിടത്ത് അതൊരു അസ്വസ്ഥതയാണ്. വണ്ടുകളും പ്രാണികളും ഒരു പരിധിയിൽ കൂടുതൽ നല്ല വെളിച്ചമുള്ളോടത്തിരുന്ന് രാത്രി ചോറ് കഴിക്കാനിരുന്ന പ്രാണി വന്നോടും, നമുക്ക് അസ്വസ്ഥതയാണ്. സബ് നാട്ടിൽ ഈ വക പരിപാടികളൊന്നുമില്ല. വണ്ട്, പ്രാണികൾ, ചെള്ളുകൾ, അതുപോലെ തന്നെ കൊമ്പൻ ചെല്ലികൾ, ഈ വക പ്രാണികളൊന്നുമില്ല. വല അഖറബ്, സബ് നാട്ടില് തേളില്ല. വല ഹയ്യ, സബ് നാട്ടില് പാമ്പില്ല. മാത്രവുമല്ല വല കുമ്മല, സബ് നാട്ടിൽ ഒരു പെണ്ണിന്റെ തലയിലും പേനില്ല, കട്ടിലിൽ മൂട്ടയില്ല. അത്രത്തോളം സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, ബറക്കത്തുള്ള നാടായിരുന്നു. ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ബൽദത്തുൻ ത്വയ്യിബ, നല്ല നാട്. വലിച്ചെറിയുന്ന വിത്ത് പോലും അതിന് വേണ്ട പരിചരണം നൽകിയില്ലെങ്കിൽ പോലും അത് വളർന്നു വരുന്ന പ്രകൃതം ആ മണ്ണിനുണ്ടായിരുന്നു. ഇനി കേട്ടോളൂ, സബ് നാട്ടുകാരനല്ലാത്ത ഒരു നാട്ടുകാരൻ അവിടെ വന്നു, ഒരു വിദേശി വന്നു. സബ് നാട്ടിലല്ലാത്ത ആളാണ്, സബ് നാട്ടിൽ അയാൾ വിരുന്ന് വന്നതാണ്. ആ സമയം അയാളുടെ തലയിൽ പേനുണ്ടായിരുന്നുവെങ്കിൽ, സബിലില്ലാത്ത ഒരാള് പുറത്തുനിന്ന് സബിൽ വിരുന്നിന് വന്നതാണ്. സബ് നാട്ടിൽ വന്ന അയാളിൽ പേനുണ്ടെങ്കിൽ ആ പേൻ ചത്തുപോകും. എന്തുകൊണ്ട്? സബ് നാട്ടിന്റെ സുഗന്ധം കൊണ്ട് ആ പേൻ ചത്തുപോകും. അത്രത്തോളം അനുഗ്രഹമുള്ള നാടായിരുന്നു സബ് നാട്. എന്നിട്ടോ ഈ അനുഗ്രഹങ്ങൾക്ക് എന്ത് പറ്റി? ആ നാട്ടുകാർ അവഗണിച്ചു, റബ്ബിനെ അവഗണിച്ചു. അവർക്ക് നേരെ അണക്കെട്ട് പൊട്ടിയ ദുരന്തം, ഡാം ദുരന്തം സംഭവിച്ചു. സമ്പുഷ്ടമായ 2 തോട്ടങ്ങൾ സബ് നാടിന്റെ 2 അതിരുകളിൽ ഉണ്ടായിരുന്നു. ചില തഫ്സീറുകളിൽ കാണാം, ഒരു കാലിക്കൊട്ട തലയിൽ വെച്ചിട്ട് ഒരാള് സബ് നാടിന്റെ ഒരു തെരുവിലൂടെ ഇങ്ങ് നടന്ന് അങ്ങ് അറ്റമെത്തുമ്പോഴേക്കും അയാളുടെ ശിരസിൽ കുട്ട നിറയെ പഴങ്ങൾ ഉതിർന്നു വീണ് അയാൾക്ക് ചുമന്നു കൊണ്ടുപോവാൻ പറ്റാത്ത ഭാരം കൊണ്ട് വീർപ്പ് മുട്ടുമായിരുന്നു. ഒരു കാലിക്കൊട്ട തലയിൽ വെച്ചിട്ട് ഈ റോഡിന്റെ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നടക്കുമ്പോഴേക്കും അയാൾക്ക് നടക്കാൻ പറ്റാതെ വരും. അത്രത്തോളം പഴങ്ങളും പഴവർഗ്ഗങ്ങളും പൂത്തുലഞ്ഞ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന, തലയോളം മുട്ടി നിൽക്കുന്ന കൊമ്പിൽ ഭാരം കൊണ്ട് തൂങ്ങി തത്തിക്കളിക്കുന്ന ഒരവസ്ഥ സബയിലുണ്ട്. ഒരു കാലിക്കൊട്ട തലയിൽ വെച്ചിട്ട് ഇവിടുന്ന് അവിടം വരെ നടക്കുമ്പോഴേക്കും, മനസ്സിലായില്ലേ? അത്ര വലിയ സമ്പൽ സമൃദ്ധിയുടെ നാടിനെ അല്ലാഹു ഡാം ദുരന്തം കൊണ്ട് തകർത്ത് കളഞ്ഞു. അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അവർക്ക് അവിടെ അതിര് പങ്കിട്ടിരുന്ന ആ 2 മഹത്തായ തോട്ടങ്ങൾക്ക് പകരം ഈ ദുരന്തത്തിന് ശേഷം പിന്നെ അവിടെ വന്ന തോട്ടങ്ങൾ കൈപ്പുള്ള ചെടികളുടെ തോട്ടമായിരുന്നു. കുറെ കാറ്റാടി മരങ്ങളുള്ള തോട്ടങ്ങളായി മാറി. അല്പം വാഗമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന് ഒരു ഉപകാരവുമില്ലാത്ത തോട്ടങ്ങളായി കാട് കയറി ഈ 2 തോട്ടങ്ങൾ. പഴവർഗ്ഗങ്ങളും നല്ല നല്ല ഉപകാരപ്രദമായ വൃക്ഷങ്ങളും നിറഞ്ഞു നിന്നിരുന്ന തോട്ടം ഈ ദുരന്തത്തിന് ശേഷം നശിച്ച് ഇപ്പൊ കാറ്റാടി മരങ്ങളും കയ്പ് മരങ്ങളും ഒക്കെ ആയിട്ട്, മുൾച്ചെടികളൊക്കെ ആയിട്ട്
ഇപ്പോ ഒരു കാട് പിടിച്ചു പോയി ഈ 2 തോട്ടം. അള്ളാഹു നിഅമത്തിനെ എടുത്തു മാറ്റി. ദാലിക ജസൈനാഹും ബിമാ കഫറൂ. നന്ദികേട് കാണിച്ചപ്പോ അള്ള കൊടുത്ത ശിക്ഷയാണത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. കടുത്ത നിഷേധം കാണിക്കുന്നവർക്കല്ലാതെ നാം ശിക്ഷ കൊടുക്കാറില്ലല്ലോ. അള്ളാഹ് ചോദിക്കാം, കടുത്ത നിഷേധം കാണിക്കുന്നവർക്കല്ലാതെ നാം ശിക്ഷ കൊടുക്കാറില്ലല്ലോ. വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ. സബഇന്റെയും സിറിയയുടെയും ഇടയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളെ നാം പിന്നീട് ഈ പ്രളയ ദുരന്താനന്തരം, ഈ ഡാം ദുരന്തത്തിന് ശേഷം സിറിയയുടെയും സബഇന്റെയും ഇടയിൽ കാണപ്പെടാവുന്ന കൊച്ചു കൊച്ചു ഗ്രാമങ്ങളെ പിന്നെ നാം വളർത്തി. വഖദ്ദർനാ ഫീഹാ സൈറ. അത് ചില താവളങ്ങളായി യാത്രക്കാർക്ക് തമ്പടിക്കാനുള്ള അപരിചിത പ്രദേശങ്ങളാക്കി. അങ്ങനെ ആ ജനതയിൽ അള്ളാഹു കൊടുത്ത എല്ലാ നിഅമത്തുകളെയും അള്ളാഹു തിരിച്ചു വാങ്ങി. പരമാവധി ആ നാടിനെ അള്ളാഹു പിച്ചി ചീന്തി എന്ന് ഖുർആൻ. ഒരു നാടിനെ അള്ളാഹു പിച്ചി ചീന്തി. അള്ളാഹു ആ നാടിനെ പിച്ചി ചീന്തി എന്ന് ഖുർആൻ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി ചെയ്യണമെന്ന ബോധമുള്ള ആളുകൾക്ക്, റബ്ബിന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സബഇന്റെ കഥ കേട്ടാൽ ഒരുപാട് ചിന്തിക്കാനുണ്ടെന്ന് ഖുർആൻ. വലഖദ സ്വദ്ദഖ അലൈഹിം ഇബ്ലീസു വന്നഹു ഫത്തബഊഹു. സബഅ നാടിന്റെ തകർച്ച ഇതായിരുന്നു. ഇബ്ലീസിന്റെ വഴി ആ നാട്ടുകാർ അംഗീകരിച്ചു എന്നതാ. ഫത്തബഊഹു ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ. കുറഞ്ഞ മുഅ്മിനീങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ഇബ്ലീസിന്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് സബഅ നാടിന്റെ ദുരന്തത്തിന് കാരണം. കുറച്ച് മുഅ്മിനീങ്ങൾ ഒഴിച്ച്. നമ്മൾ രാത്രി ചോറൊക്കെ തിന്ന് കിടന്നു. കട്ടിലിൽ ഉറുമ്പുണ്ടായിരുന്നു. 2 ഉറുമ്പ് നമ്മളെ കടിച്ചു. സ്വാഭാവികമാണ്, നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കും, ലൈറ്റ് തെളിയിച്ചു നോക്കും. അപ്പൊ ഉണ്ട് ഉറുമ്പ് അവിടെ ഒക്കെ ഉണ്ട്. നമ്മളെ കടിച്ച ഉറുമ്പ് ഏതാണ് നമ്മൾ അന്വേഷിക്കുക. പക്ഷെ ഉറുമ്പ് പൊടി ഇടുമ്പോ എല്ലാവർക്കും കൂടിയിട്ടുള്ളത് നമ്മൾ ഇടുള്ളൂ. കടിച്ചവനും കൊള്ളും, കടിക്കാത്തവനും കൊള്ളും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ചുരുക്കം ചില മുഅ്മിനീങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇബ്ലീസിന്റെ വഴിക്ക് പോയി. അപ്പൊ ഉറുമ്പ് പൊടി ഇടുമ്പോ ആ ഇബ്ലീസിന്റെ വഴിക്ക് പോവാത്തവനും കിട്ടും. ഇതാണ് അള്ളാഹുവിന്റെ ഇദാബിന്റെ രൂപമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ സബഅ നാടിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഇനി കേട്ടോളൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഒരാള് വന്നു. അയാൾ ഒരു സാധാരണക്കാരനായ ഒരു സ്വഹാബിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൂടുതൽ പരിജ്ഞാനങ്ങളോ ഒന്നുമില്ല. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലുണ്ട് ഹദീസ്. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹാ വറജുലും മഅഹാ. ഞാൻ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരാൾ വന്നിട്ടുണ്ട്. ആയിഷ ബീവിയോട് അയാൾ ചോദിക്കാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിഥീനാ ഹദീസൻ അനിസ് സൽസല. ഓ മുഅ്മിനീങ്ങളുടെ ഉമ്മ, പ്രിയപ്പെട്ട ആയിഷ ബീവിയെ, ലോകത്ത് ഭൂമികുലുക്കം വരുന്നത് എപ്പോഴാ? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്, ഒന്ന് പറയോ? എപ്പോഴാ ഈ ലോകത്ത് ഭൂമികുലുക്കം ഉണ്ടാവാ? ഹബീബ് പറഞ്ഞിട്ടില്ലേ? എപ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാവാ? ഒന്ന് പറയോ? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാ. വലിയ അറിവുള്ള പെണ്ണല്ലേ. ഫഅറളത് അൻഹു ബിവജ്ഹിഹാ. പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അയാളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് മഹദി അവർകൾ മറുപടി കൊടുത്തതേയില്ല. ഒരു മറുപടിയും കൊടുത്തില്ല, അയാൾ പോയി. ചോദ്യം എന്താ? എപ്പോഴാ ലോകത്ത് ഭൂമി കുലുക്കമുണ്ടാവാം? എപ്പോഴാ ഭൂമി കുലുക്കം ഉണ്ടാവാം? 7 ഫലകങ്ങളിലൂടെ ഈ ഭൂമി ഇങ്ങനെ ഒഴുകി നടക്കാണ്. ഭൂപ്രദേശങ്ങൾ ഒഴുകി നടക്കാണ്, വൻകരകൾ. ഈ ഫലകങ്ങൾ കൂട്ടി ഉരസുമ്പോഴാണ് ഭൂമി കുലുക്കം ഉണ്ടാവുക. ശാസ്ത്രം പറയുന്നു അങ്ങനെ.
ഈ ഭൂമിയുടെ ജോഗ്രഫിക്കൽ മെത്തേഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഭൂമിയുടെ ആസ്ട്രോണമിക്കലായിട്ടുള്ള പഠനങ്ങൾ, ഭൂമി കുലുക്കത്തിന്റെ പല കാരണങ്ങളും പറയും. ഐഷ റളിയല്ലാഹു അൻഹ ഭൂമി കുലുക്കം ഉണ്ടാവുന്ന സാഹചര്യം എപ്പോഴാണെന്ന് ആഗതനോട് പറഞ്ഞില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കാ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു അയാൾ പോയി കഴിഞ്ഞപ്പോ ഐഷ ബീവിയോട് ചോദിച്ചു, ഫഖുൽതു ലഹാ, ഞാൻ ചോദിച്ചു. അയാൾ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഹദ്ദിസീനാ യാ ഉമ്മൽ മുഅ്മിനീൻ അനിസ് സൽസല, ഓ പ്രിയപ്പെട്ട ഐഷ ബീവിയെ, എപ്പോഴാ ഭൂമി കുലുക്കമുണ്ടാവാ ഒന്ന് പറയോ എന്ന് ചോദിച്ചു. ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അനസ് ഇൻ ഹദ്ദസ്തുക അൻഹാ ഇസ്തഹസീന. അനസേ, ഞാൻ അതിന്റെ മറുപടി പറയാം. ഭൂമി കുലുക്കം എപ്പോഴാ ഇവിടെ ഉണ്ടാവാ എന്നതിന്റെ മറുപടി ഞാൻ പറയാം. പക്ഷെ എന്റെ മറുപടി കേട്ട് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല. എപ്പ വേണമെങ്കിലും ഭൂമി കുലുങ്ങോ എന്നൊരു തോന്നൽ വന്നേക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന അടയാളങ്ങൾ, ഐഷ ബീവി പറയാ, ഞാൻ ഈ പറയാൻ പോകുന്ന അടയാളങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്നതായ ലക്ഷണങ്ങൾ ഭൂമിയിലുണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ പിന്നെ ഒരു ഭൂമി കുലുക്കം എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന ഒരു മാനസികാവസ്ഥയിൽ നിനക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ മുഖം ദുഃഖഭാരം കൊണ്ട് കറുത്തിരുണ്ടു പോകും മനസ്സേ. മഹദിയായ ഐഷ റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് പറയാൻ തുടങ്ങി. അനസേ, ഈ ഭൂമിയിലെ ഈ ഭൂമിയിൽ ഭൂമി കുലുക്കമുണ്ടാകുന്നതിന്റെ അടയാളം പറഞ്ഞാൽ, അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, നിന്റെ മുഖം ദുഃഖഭാരം കൊണ്ട് നീ വീർപ്പ് മുട്ടുന്നതോടുകൂടെ നീ മരിച്ച് ഖബറിൽ കിടന്ന് ഖബറിൽ നിന്നും പുനർജീവിതമുണ്ടായാൽ, നിനക്ക് പുനർജീവിതമുണ്ടായാൽ, പുനർജീവിതത്തിന്റെ അന്നും ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യത്തെ ചിന്തിച്ചതിന്റെ പേരിൽ നിന്റെ മനസ്സിലെത്തിയ ദുഃഖം പുനർജീവിതത്തിന്റെ അന്ന് പോലും നിന്റെ കൽബിലുണ്ടാവാം. അത്രത്തോളം ഒരു വലിയ സാഹചര്യമാണ് ഭൂമി കുലുക്കത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഹബീബിൽ നിന്നും കേട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനത്തെ ഒരു അറിവ് കേൾക്കാൻ വേണ്ടി വല്ലാതെ താല്പര്യം തോന്നി. അനസ് റളിയല്ലാഹു അൻഹു ഐഷ ബീവിയോട് പറഞ്ഞു, അന്ന് ഉമ്മ ഒന്ന് പറഞ്ഞതായോ ഞാൻ കേൾക്കട്ടെ. ഇന്നൽ മറഅത ഇദാ ഖലഅത് സിയാബഹാ ഫീ ഗൈരി ബൈതി സൗജിഹാ ഹതകത് മാ ബൈനഹാ വബൈനല്ലാഹി അസ്സ വജല്ല മിൻ ഹിജാബ്. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഏത് സാഹചര്യമാണെന്നറിയുമോ ലോകത്ത് ഭൂമി കുലുക്കമുണ്ടാവാ? സ്ത്രീകൾ അവരുടെ വസ്ത്രം അഴിച്ചു വെക്കാൻ, സ്ത്രീകളുടെ ഭർത്താവിന്റെ മുന്നിലല്ലാത്ത ഒരു സാഹചര്യം തേടുന്ന ഒരു കാലമാണോ ഭൂമി കുലുക്കമുണ്ടാവുമെന്ന് സയ്യിദത്തുനാ വ ഉമ്മുനാ ഐഷ. അതായത് സ്ത്രീവർഗത്തിന്റെ നഗ്നത പ്രദർശനത്തിന് ഭർത്താവ് അല്ലാത്തവരുടെ മുന്നിൽ അവർക്ക് ലജ്ജ നഷ്ടപ്പെടുന്ന കാലം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കാം. അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ മറ അങ്ങ് മാറ്റുകയാണ്. ആ സമയമായത് ആബിറങ്ങുമെന്ന് ഐഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മാത്രവുമല്ല, വൈൻ തതയ്യബത് ലിഗൈരി സൗജിഹാ കാന അലൈഹാ നാറൻ വസനാറാം. ഒരു പെണ്ണ് ഭർത്താവിനല്ലാത്ത അവസ്ഥയിൽ, ഭർത്താവിനല്ല മറ്റുള്ളവർക്ക് വാസന കിട്ടാൻ വേണ്ടി സുഗന്ധം ഉപയോഗിക്കുന്നുവെങ്കിൽ, സ്ത്രീകൾ പെർഫ്യൂം ഉപയോഗിക്കുന്ന കാലം വർദ്ധിച്ചാൽ, പെർഫ്യൂം ഉപയോഗിക്കൽ വർദ്ധിക്കുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ, ഭർത്താവിന് മണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അന്യർക്ക് മണം കിട്ടാൻ വേണ്ടി പെണ്ണ് പെർഫ്യൂം ഉപയോഗിക്കുന്നു, ആ അവസ്ഥയാണോ ഭൂമി കുലുക്കം പ്രതീക്ഷിക്കാം എന്ന് ഐഷ റളിയല്ലാഹു അൻഹ. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് ഉണ്ട്. ആളുകൾക്ക് വ്യഭിചാരം എന്നതൊരു പ്രശ്നമല്ലാതെ വരുന്ന കാലം, അതൊരു സാധാരണ സംഭവം പോലെ തോന്നുന്ന കാലം. ഇതിനപ്പുറം അവർ മദ്യപാനത്തിൽ, ലഹരി ഉപയോഗത്തിൽ വ്യാപൃതരാവുന്ന കാലം. ജനങ്ങൾ സംഗീത ഉപകരണങ്ങളിൽ ലയിക്കുന്ന കാലം, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കാം മനസ്സേ. സയ്യിദത്തുനാ ഐഷ റളിയല്ലാഹു അൻഹ
ഗാറത്തില്ലാഹു ഗാറല്ലാഹു ഫിസ്സമാഇഹി. അങ്ങനെ ഒരു അവസ്ഥ ഈ ഭൂമിയിലുണ്ട് എങ്കിൽ അല്ലാഹു ആകാശത്തിൽ കോപിക്കും. അല്ലാഹു ആകാശത്തിൽ കോപിക്കും. അപ്പൊ അല്ലാഹു ഭൂമിയോട് പറയും തസൽസലി ബിഹിം, ഭൂമിയിലുള്ളവരെ കൊണ്ട് നീ ഒന്ന് വിറച്ചേ ഭൂമിയെ എന്ന് പറയും. ഭൂമിയോട് പറയും, ഭൂമിയിലുള്ള ആളുകളെ കൊണ്ട് നീ ഒന്ന് കിടിലം കൊള്ളൂ, നീ വിറയ്ക്കൂ എന്ന് അള്ളാഹു പറയും. അതാണ് ഭൂമി കുലുക്കത്തിന് കാരണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. മാത്രവുമല്ല ഹാദാ ഹദീസുൻ സ്വഹീഹുൻ അലാ ശർത്തി മുസ്ലിം, ഇമാം മുസ്ലിം വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ ഹദീസ് സ്വഹീഹുമാണ്. അങ്ങനത്തെ ഒരു കാലം വന്നാൽ ഭൂമി കുലുക്കം പ്രതീക്ഷിക്കാം. ഇനി കേട്ടോളൂ, ഇങ്ങനെ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ, ദുരന്ത സ്മരണകളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ, ഇന്ന് കിട്ടിയ ജനാസകൾ, ഇന്ന് കിട്ടിയ ബോഡികൾ എത്രയുണ്ട്? ഇന്നലെ കിട്ടിയതിനേക്കാളും ആയിരക്കണക്കിന് കൂടുതലാണ്. അത്രത്തോളം ഈ ദുരന്ത ഭൂമികയിലെ വാർത്തകൾ പത്രത്തിൽ വായിക്കുമ്പോ, അത് ന്യൂസായി നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഒരു ദുരന്തം നടന്നിടത്ത് നിന്നും ശരീരങ്ങളെ കിട്ടിയതിനെ കുറിച്ചും അവിടെ പരിക്ക് പറ്റിയവരെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ളതായ സങ്കടകരമായ കഥകളെ കുറിച്ചും അതിന്റെ വീഡിയോ വിഷ്വലുകളും അതിന്റെ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ, അറിയുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ ദിക്റാണ് ചൊല്ലേണ്ടത്. ഈ ദിക്ർ ചൊല്ലണം. ഇത് ആ സന്ദർഭത്തിനുള്ള ദിക്റാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ തടയപ്പെടുന്നു എന്ന് ഖുർആൻ. രണ്ട് കാരണം ഉണ്ടെങ്കിൽ ഭൂമിയിൽ ദുരന്തം ഉണ്ടാവില്ല. ആ രണ്ട് കാരണങ്ങളിൽ ഒന്ന് മഹാന്മാരുടെ സാന്നിധ്യമാണ്. രണ്ടാമത്തെ കാരണം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ ഉണ്ടാവലാണ്. അപ്പൊ ഒരു ദുരന്തം ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് കേട്ടാൽ പടച്ചോനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിച്ചാൽ മതി. ദുരന്തങ്ങൾക്ക് കാവല, ഒരു ദുരന്തവും നമ്മുടെ നേരെ വരില്ല. ഇത് ഖുർആൻ പറഞ്ഞതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു ആ ജനതയെ ശിക്ഷിക്കൂല. വഅൻത ഫീഹിം, അങ്ങ് അവിടെ ഉണ്ടോ, അല്ലാഹുവിന്റെ ശിക്ഷ വരൂല നബിയെ. പിന്നെയോ മാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കൂല, റബ്ബിന്റെ അദാബ് വരൂല. വഹും യസ്തഗ്ഫിറൂൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ കൊണ്ട് അവർ വ്യാപൃതരാണ് എങ്കിൽ അവിടേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരൂല. ഒരു ദുരന്തങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കൂല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടം റസൂലുള്ളാഹി ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും. ശാന്തിദൂതൻ, ഇന്നലെ ഞാൻ സുകുമാർ കക്കാടിന്റെ ഒരു കവിത വായിച്ചു. സുകുമാർ കക്കാടിന്റെ നബിചരിതം കിളിപ്പാട്ട് എന്നൊരു കവിത, അതിന്റെ അപരാഹ്ന കാണ്ഡ 4-ാം ഭാഗം. അതിന്റെ അകത്ത് ഇങ്ങനെ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തിദൂതനാണ്, പക്ഷേ ആ ജീവിതത്തിൽ ശാന്തിയോ സമാധാനമോ കിട്ടാത്ത പോലെ എന്നാണ്. ശാന്തിദൂതനാണ്, എല്ലാവർക്കും ശാന്തിയും സമാധാനം കൊടുക്കാൻ. എന്നാൽ ഈ നബിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളേ ഉള്ളൂ. പട്ടിണി കിടന്നിട്ടുണ്ട്. 2 മാസം തുടർച്ചയായ അടുപ്പിൽ തീ പുകയാത്ത വീടായിരുന്നു ആ വീട്. മിസ്കീനായി ജീവിച്ച് മിസ്കീനായി വഫാത്തായി. ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ആ ജീവിതത്തിൽ ഉടനീളം സങ്കടങ്ങളായിരുന്നു. ഉപ്പാനെ കാണാൻ പറ്റിയിട്ടില്ല. 6 വയസ്സ് വരെ പ്രിയപ്പെട്ട ഉമ്മ. പിന്നെ കൂടെ നിന്നവരൊക്കെ വഫാത്തായി. പീഡനങ്ങളും താടനങ്ങളും, നാട് വിട്ടു പോകേണ്ട അവസ്ഥകളും. ഭ്രാന്തനെന്ന് പറഞ്ഞു കല്ലെറിഞ്ഞവരുണ്ട്, കൊല്ലാൻ നോക്കിയവരുണ്ട്. എവിടെയാ ഒരു സാസ്ത്യം കിട്ടിയിട്ടുള്ളത്? സുകുമാർ കക്കാട് എന്ന അനുഗ്രഹീത മലയാളത്തിന്റെ കവിശ്രേഷ്ഠൻ ശാന്തിദൂതന് ശാന്തി കിട്ടിയോ എന്ന് സംശയിക്കുന്നു. പക്ഷേ ഈ ശാന്തിദൂതന് ശാന്തി കിട്ടിയിരുന്നല്ലോ. അള്ളാഹുവിലേക്ക് മനസ്സങ്ങ് ലയിച്ചല്ലോ. ദുനിയാവിന്റെ ഈ കാണുന്ന പീഡനങ്ങളും വേദനകളും അവിടത്തേക്ക് ഒരു വേദനയായിരുന്നില്ലല്ലോ.
ദിവസവും അവിടുന്ന് ചൊല്ലിയിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 100 വട്ടം മുടങ്ങാറില്ല. എല്ലാ ദിവസവും അവിടുത്തെ സ്ഥിരം ഔറാദുകളിൽപ്പെട്ട, അവിടുത്തെ നിർബന്ധമായി കൊണ്ട് നടന്ന ഔറാദിൽപ്പെട്ട ഒരു വിറുതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 100 എണ്ണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ദുരന്തങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ, രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക. അതിൻ്റെ ഒരു കോഴ്സ് 100 വട്ടം. ആ ദിക്ർ ജീവിതത്തിൽ ഒരു പ്രകാശമാ, ഒരു അനുഗ്രഹമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.